Germs are not the cause of disease. It is the toxic body that causes it. അണുക്കളും കീടങ്ങളുമല്ല രോഗമുണ്ടാക്കുന്നത്, വിഷലിപ്തമായ ശരീരമാണ് അവയ്ക്ക് കാരണം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഇന്നത്തെ വിഷയം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് Germs are not the cause of disease. It is the toxic body that causes it. അണുക്കളും കീടങ്ങളുമല്ല രോഗമുണ്ടാക്കുന്നത്, വിഷലിപ്തമായ ശരീരമാണ് അവയ്ക്ക് കാരണം. നമ്മൾ ഈ ജേം തിയറി വേഴ്സസ് ടെറൈൻ തിയറി എന്ന് പറഞ്ഞ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരല്പം ഉള്ളിലേക്ക് നമ്മൾ നോക്കാം. നമ്മൾ ഇതുവരെ നമ്മള് ആധുനിക വൈദ്യശാസ്ത്രം പഠിപ്പിച്ചിരിക്കുന്നത് ജേംസ് ആണ്, രോഗാണുക്കളാണ് രോഗങ്ങൾക്ക് കാരണം ആകുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പൊ ഈ കോവിഡ് വന്നപ്പം കോവിഡ് വൈറസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനും എല്ലാം കൊണ്ടും വളരെ ഇതായിട്ട് പ്രേരിപ്പിച്ചതും പ്രയോഗിച്ചതും. ഈ ഒരു തിയറിയെ പറ്റി നമ്മൾ ഇത് ലൂയിസ് പാസ്റ്ററിന്റെ കാലത്താണ് ജേം തിയറി ശരിക്കും പ്രബലപ്പെടുന്നത്. നേരത്തെ മുതലുണ്ടായിരുന്നു. കാരണം പലരും ഇങ്ങനെ ഓരോന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അണുക്കളാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു രീതിയിൽ. അവസാനം ലൂയിസ് പാസ്റ്ററാണത് കൊണ്ടുവന്ന് സ്ഥാപിച്ച് ഒരു ഇതായിട്ട് പ്രബലമായിട്ട് ഒരു സിദ്ധാന്തമായിട്ട് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ ശേഷം പലരും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ബീച്ചാമ്പ് എന്ന് പറയുന്ന ആള് തന്നെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നിനും ശരിക്കുള്ള ഒരു ഇത് വന്നിട്ടില്ല, ആ ഒരു തീരുമാനമായിട്ടില്ലായിരുന്നു. ഇപ്പോഴും ഇന്നത്തെ സ്ഥിതിയിൽ നോക്കിയാലും ആ ജേം തിയറി വേഴ്സസ് ടെറൈൻ തിയറി ഒരു തർക്ക വിഷയമായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോങ് ടേം ആർഗ്യുമെന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് കാരണം എന്ന് പറയുന്നത്, നമ്മള് ജേം തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് അണുക്കള് കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. പക്ഷെ അതിന്റെ പലയിടത്തും നമ്മൾ അതിന്റെ ബാക്കിയുള്ള ഫിസിയോളജിക്കൽ ആസ്പെക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഫിസിയോളജിയില് കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉള്ളവർക്കാണ് ഈ രോഗം പെട്ടെന്ന് ബാധിക്കുന്നതും അല്ലാത്തവരെ വളരെ മൈനറായിട്ട് വന്ന് പോകത്തേ ഉള്ളൂ. ചിലപ്പോൾ അവർക്കൊരു തോന്നത്ത് പോലും ഇല്ല വന്നെന്നുള്ളത്. ഇപ്പൊ കോവിഡിന്റെ കാര്യത്തിൽ പലർക്കും വളരെ എവിഡന്റ് ആയിരുന്നു. കോവിഡ് ഇത്രയും ഇതായിട്ട് പ്രചരിപ്പിച്ചിരുന്ന കാലത്തും അവിടെ പലർക്കും അതിന്റെ ലക്ഷണങ്ങൾ വളരെ മൈൽഡായിട്ട് വന്നിട്ട് പോയി, അല്ലെങ്കിൽ അറിയാതെ തന്നെ. ഞാനും അതിന്റെ ഒരു ഉദാഹരണമാണ്. എന്റെ ഇവിടെ പലർക്കും കോവിഡ് വന്ന് പോയ സ്ഥിതിക്ക് എനിക്ക് ജസ്റ്റ് ഒരു ചെറിയ പനി പോലെ തോന്നിയെന്നല്ലാതെ പിന്നെ അതിനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ അത് പലർക്കും ഇത് അനുഭവമാണ്. ഇത് പലരും ഇത് സ്ഥാപിച്ചു പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾ, സീസണലായിട്ടുള്ള ഫ്ലൂ ഉണ്ടാകുന്നു, പല വിധത്തിലുള്ള രോഗങ്ങൾ, പല വിധത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എല്ലാരെയും അത് ബാധിക്കുന്നില്ല. അപ്പൊ ആ ഒരു ഒബ്സർവേഷനിൽ വെച്ചാണ് ഈ ടെറൈൻ തിയറിയെ പറ്റി കൂടുതൽ ആൾക്കാർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റഡി വളരെ ഇതായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലവർ സ്ഥാപിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആ ടോക്സിസിറ്റി ലെവൽ കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ശരീരമാണ് രോഗാണുക്കളെ ആകർഷിക്കുന്നതും ഈവൻ രോഗാണുക്കൾ അവിടെ റോള് മാറുന്നത്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പാർട്ട്. ഈ മൈക്രോബയോംസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുമുണ്ട്, പ്രകൃതിയിലുമുണ്ട്, മണ്ണിലുമുണ്ട്, വായുവിലുമുണ്ട്, നമ്മുടെ എല്ലായിടത്തും ഈ അണുക്കൾ എന്നുള്ള രീതിയിൽ ജേംസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ഇക്കോസിസ്റ്റം ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്കോസിസ്റ്റം, അതായത് ബാലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ അണുക്കള് നെഗറ്റീവ് റോൾസ് ഉള്ള അണുക്കളെ അവിടെ ചെയ്തിരിക്കുകയാണ്, ബാലൻസ് ചെയ്തിരിക്കുകയാണ്. അതൊരിക്കലും അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അവിടെ പ്രകടിപ്പിക്കത്തില്ല, അവിടെ ഉണ്ട്. അപ്പൊ ഈ സംഗതി എല്ലായിടത്തും കാണും. പക്ഷെ എവിടെയോ ഈ എക്കോസിസ്റ്റം താറുമാറാകുന്നു, അവിടെ ആ ബാലൻസ് തെറ്റുന്നോ വിഘടിക്കുന്നോ, അവിടെ ടോക്സിസിറ്റി കൂടുന്നോ, അല്ലെങ്കിൽ ശരിക്കുള്ള പോഷണങ്ങളോ ബാക്കി ഹെൽത്ത് പ്രൊവൈഡിങ് ഹൈജീൻ ആയിട്ടുള്ള
ഇത് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് മാറി വരുന്ന സമയത്ത് ഇവ ആക്റ്റീവ് ആകുന്നു. അപ്പൊ അത് നാച്ചുറൽ അതിന്റെ ഒരു റോൾ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഈ ഡോക്ടർ ഭവൽക്കർ എന്നും പറഞ്ഞ IIT ബോംബെയുടെ ഒരു പ്രൊഫസർ ഉണ്ട്. പുള്ളി അതിന്റെ ഒരു സിദ്ധാന്തം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇക്കോ ലോജിക് എന്ന് പറഞ്ഞു. ഇക്കോ ലോജിക് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതിൽ പറയുന്നത് രണ്ടു തരത്തിലുള്ള അണുക്കൾ മാത്രമല്ല, കീടങ്ങൾ, ഇൻസെക്ട് എല്ലാത്തിനെയും ചേർത്തിട്ട്, ഇവൻ കൊതുകിനെ പോലും. അപ്പൊ രണ്ടു തരത്തിലുള്ളതുണ്ട്. അതിന് നെഗറ്റീവായിട്ടുള്ളത് ആ പ്രകൃതിയിൽ ആവശ്യമുള്ളപ്പോൾ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ, അത് വർക്ക് ചെയ്യത്തുള്ളൂ, അത് പെട്ടെന്ന് പെട്ടുവരുകി. അല്ലാത്ത സമയത്ത് അത് ബാലൻസ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുള്ളൂ. ലേറ്റന്റ് സ്റ്റേജിലാണ് അത് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ പ്രകൃതിയിലെ ഈ പൊല്യൂഷൻ കൂടിയ സമയത്ത് ആ പൊല്യൂഷനെ നിയന്ത്രിക്കാൻ എന്നുള്ള രീതിയിലാണ് പ്രകൃതി അതിനെ പെരുപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ തിയറി പുള്ളി അത് വളരെ ഇതായിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട്, വളരെ എക്സാമ്പിൾ പറയുന്നുണ്ട്. കൊതുകിന്റെ കാര്യത്തിൽ തന്നെ അത് വളരെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തിയറി, അതാണ് ഈ ടെറൈൻ തിയറിയുടെ ബേസിസ്. അപ്പൊ പ്രകൃതിയുടെ ഒരു റോൾ അവിടെ ഉണ്ട്. പ്രകൃതി ഈ അനാരോഗ്യം ആകുന്ന ഒരു സിറ്റുവേഷനിൽ അതിനെ കൺട്രോൾ ചെയ്യത്തക്ക വിധത്തില് ഇതില് ഇപ്പം നമ്മൾ കൊതുക് കടിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ, കൊതുക് കൊള്ളുന്നവരെ നോക്കിയാലും കാണാം, ഒരു വീട്ടിൽ തന്നെ പല രീതിയിലാണ് കടിക്കുന്നത്. ചിലപ്പോൾ മധുരമുള്ള രക്തം എന്ന് പറഞ്ഞാൽ അവരെ കൂടുതൽ കടിക്കും എന്ന് പറയും. ഈ മധുരമുള്ള രക്തം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ബോഡിയില് ഇത് കൂടുതലാണ്. സത്ത, ഈ ആഹാരത്തിന്റെ സത്ത എന്ന് പറയുന്നത്, അത് നമ്മൾ അധികമായിട്ട് ആഹാരം കഴിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഇംബാലൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെയാണ് കൂടുതൽ കൊതുക് കടിക്കുക പറയുന്നത്. അതേസമയം പെർഫെക്റ്റ് ആയിട്ട് ഉള്ള ഒരു ഹെൽത്തിലുള്ള ആളെ അത്രയും കൊതുക് കടിക്കില്ല. അതുപോലെ തന്നെ കൊതുകിന്റെ തന്നെ റോളും ആ സമയത്താണ് അവിടെ ഉണ്ടായി വരുന്നത്. അന്തരീക്ഷ മലിനീകരണം വരുമ്പോഴത്തേക്ക് ശുദ്ധജലത്തില് അത്രയും കൊതുകുകൾ പെരുക്കുന്നില്ല. അത് ഉള്ളിടത്ത് ഇത് പറയുന്നുണ്ട്, ചില കൊതുകുകൾ ശുദ്ധജലത്തിലാണ് വരുന്നതെന്ന് പറയും. പക്ഷെ അത് മലിനീകരണം തുടങ്ങി കഴിയുമ്പോഴത്തേക്കാണ് ഈ കൊതുകുകൾ പെരുക്കുന്നത്. എല്ലാ സമയത്തും അതൊരു കൺട്രോളിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അതിന്റെ പോപ്പുലേഷൻ കൺട്രോളിലാണ്. അപ്പൊ ആ ഒരു തിയറി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത് തന്നെ മനസ്സിലാകുന്നത്, എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് ഒരു ശരീരമാണ്, നമ്മുടെ ഉപരിവ്യവസ്ഥയുടെ ശരീരമാണ് പ്രകൃതി. അപ്പൊ അവിടെയും മലിനീകരണം നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള എല്ലാം അവിടെ പെരുക്കുന്നുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശ്രമം വരുന്നുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ തന്നെ നശിപ്പിച്ചിട്ട് പുതിയ സിസ്റ്റം കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഇന്ന് അത് ഈ ഏറ്റവും പ്രകടമായിട്ട് നമ്മൾ പലതിലും കാണുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ശരീരം ടോക്സിക് ആയിട്ട് മാറി, നമ്മുടെ ആഹാരത്തിന്റെ കാര്യത്തിലും ലൈഫ് സ്റ്റൈലിന്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ ആ ഹൈജീനിക് ആയിട്ടുള്ള സിസ്റ്റത്തെ വെടിഞ്ഞ് ഒരു ഇതുമില്ലാതെ, കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ പോയി കഴിയുമ്പോഴത്തേക്കാണ് ശരീരത്തിന്റെ ഇതെല്ലാം തെറ്റിക്കഴിയുമ്പോഴാണ് ഈ അണുക്കൾ അവിടെ ആക്റ്റീവ് ആകുന്നത്. അണുക്കൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ന്യൂട്രലായിട്ട് ബയോണുകളായിട്ട് നിൽക്കുന്നതായിരിക്കണം. അത് ആ സമയത്ത് അതിന്റെ റോള് സ്വീകരിക്കുന്നു. അത് പ്രകൃതിയുടെ ഒരു നിർദ്ധാരണമാണ്. ആ അണുക്കൾ അതിന് നെഗറ്റീവ് റോള് എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അല്ല, നെഗറ്റീവായിട്ടുള്ള രണ്ടും ആകാം. നെഗറ്റീവായിട്ടുള്ള റോളുകളെ ഉള്ള ഇതിനെ അവിടെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഇത് ആ കൺട്രോൾ വിട്ട് കഴിയുമ്പോഴത്തേക്ക്, അതായത് പോസിറ്റീവായിട്ടുള്ളവരുടെ പോപ്പുലേഷൻ കുറഞ്ഞു കഴിയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കൂടി പെരുകുന്നു. ഇത് രണ്ടിനും അപ്ലിക്കബിൾ ആണ് പലയിടത്തും. അപ്പൊ ഇങ്ങനെ ഉള്ള ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പറയുന്നത്, വിഷലിപ്തമായ ഒരു ശരീരമാണ് രോഗാണുക്കളെ സൃഷ്ടിക്കുന്നതെന്നോ ആകർഷിക്കുന്നതെന്നോ പറയാം. അപ്പൊ ഇവിടെ വേറൊരു പ്രശ്നങ്ങളുണ്ട്. ഇതിനെ പ്രൂവ് ചെയ്യാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്, പലയിടത്തും അത് പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ചിലതിലൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റാതെയും കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജെം തിയറി ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയാൻ പറ്റാത്തത് കൊണ്ടാണ് പലയിടത്തും അത് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത. അപ്പൊ പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് എന്താണെന്നുള്ളതിനെ പറ്റി ഒരു അന്വേഷണം ആവശ്യമാണ്. അപ്പൊ അതില് നമ്മുടെ ഈ ഡീപ് ഇക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അണുക്കള് അവര് അതിൻ്റെതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇതെന്ന് പറയുന്നത്. പക്ഷെ ചില അണുക്കള് ആ സമയത്ത് ഇപ്പൊ അത് നമ്മുടെ ബോഡിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി ഇമ്മ്യൂൺ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തീർത്ത് തോപ്പിക്കും. പക്ഷെ വളരെ അധികമായിട്ട്, അതായത് നമ്മുടെ ചുറ്റുപാട് മൊത്തം അണുക്കളാണ്, അത് മൊത്തം വളരെ ഇതായിട്ട് ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി എന്തുമാത്രം അതിനെ നേരിടാൻ പറ്റും?
കാരണം അണുക്കളുടെ എണ്ണം കൂടി കഴിയുമ്പോഴത്തേക്ക് പെരുകി കഴിയുമ്പോഴത്തേക്ക് അത്രയും ഇതായിട്ട് ബോഡിയിൽ പ്രവേശിച്ച് കഴിയുമ്പോഴത്തേക്ക് ബോഡിയുടെ ശരീര ആ ഇമ്മ്യൂണിറ്റിയെ അത് ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊരു പോസിബിലിറ്റി ജെം തിയറി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പല കീടങ്ങളും ബോഡിയിൽ കയറി കഴിയുമ്പോഴത്തേക്ക് അതൊരു ടോക്സിക് സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിക്ക് തന്നെ പ്രൊവൈഡ് ചെയ്ത് അതിലോട്ട് കുത്തിവെക്കുന്നുണ്ട്. ഇപ്പൊ കൊതുകിന്റെ തന്നെ ആരും പറയുന്നുണ്ടാവും ഇങ്ങോട്ട് അതിന്റെ സ്രാവം അകത്തോട്ട് കയറ്റി പ്രഷർ കൂട്ടിയിട്ടാണ് ഇത് വലിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അതുപോലെ പല കീടങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പോയിസണസ് ആയിട്ടുള്ള ഇതുണ്ട്. അത് ബോഡിയിൽ കയറി കഴിയുമ്പോൾ അതിന്റെ ആധിക്യം കൂടുതലാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് കവർ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ രണ്ട് ഇതില് ഈ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അതുകൊണ്ട് ജെയിംസിന് അങ്ങനെ അപ്പൊ അത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഇക്കോസിസ്റ്റം, ബാഹ്യമായിട്ടുള്ള നമ്മുടെ ഉപരിവ്യവസ്ഥ ആയിട്ടുള്ള പ്രകൃതിയിലെ ഇക്കോസിസ്റ്റം തകരാറിലായി കഴിഞ്ഞാൽ ഈ ഒരു പോസിബിലിറ്റി ഉണ്ട്. ജെയിംസും ചിലപ്പോൾ നെഗറ്റീവ് ജെയിംസും നമ്മളെ ഇത് കീഴ്പ്പെടുത്താനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയാണ് ഈ ജെം തിയറിയും ടെറൈൻ തിയറി ഇപ്പോഴും ഈ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർഗ്യുമെന്റ് ഓൺഗോയിങ് ആണ്. അതിന് പലവിധത്തിലുള്ള ഇത് വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ടെറൈൻ തിയറിക്കാണ് കൂടുതൽ ഇത് മുന്നോട്ട് നിൽക്കുന്നത്. ജെം തിയറി കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് ചില സമയത്തൊക്കെ ജെം തിയറിയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇന്ന കാരണം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ എന്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോ ഒന്നും ഭയക്കാനില്ല. പക്ഷെ ഈ ഒരു സത്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടെറൈൻ ടോക്സിക് ആയി കഴിഞ്ഞാൽ ഈ പോസിബിലിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രകൃതിയുടെ തന്നെ ഒരു കാരണമാണ്. നെഗറ്റീവായിട്ടുള്ളവയെ നമ്മൾ ആ ഒരു സിസ്റ്റത്തെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നുകിൽ അതിനെ പോസിറ്റീവ് ആകണം, അത് തന്നെ പോസിറ്റീവ് ആയി വരണം, അതായത് ഫൈറ്റ് ചെയ്ത് വിജയിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്ത് മരിച്ചിട്ട് പുതിയ സിസ്റ്റം അവിടെ വരണം എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അപ്പൊ ഇത് പലയിടത്തും ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു ചെർണോബിലിന്റെ കാര്യം പറഞ്ഞ പോലെ അവിടെയും ആ സിസ്റ്റത്തെ കംപ്ലീറ്റ് നശിപ്പിച്ചിട്ട് അടുത്ത സിസ്റ്റം അവിടെ ഉടലെടുത്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഉണ്ട്. അതായത് ആ ഒരു പോസിബിലിറ്റി അവിടെ പ്രകൃതിയിലുണ്ട്. നമ്മള് പ്രകൃതിയുടെ ആ ഒരു നിർദ്ധാരണ ശേഷിയെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം പോസിബിലിറ്റി ആയിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാലൻസിനെ, പ്രകൃതിയുടെ ആരോഗ്യത്തെ, ആ ഹെൽത്ത് ബാലൻസ്, ഹൈജീനിക് സിസ്റ്റത്തിന് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മുക്തി നേടാമെന്നുള്ളതിനാണ് കാണുന്നത്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ പ്രകൃതിയുടെ ഒരുപോലെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ പാഠം. താങ്ക് യു.